വെള്ളപ്പക്കൊടിയെത്തി ശശി തരൂർ. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളാണ്. പാർട്ടി വിടുമെന്ന താക്കീതുമായി ശശി തരൂർ. കേരളത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ടെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ തരൂർ. താൻ ജയിച്ചത് പാർട്ടി വോട്ട് കൊണ്ട് മാത്രമല്ല, കേരളത്തിലൊരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട്. താൻ നേതൃപദവിയിൽ വരണമെന്നാണ് അഭിപ്രായ സർവേകളെന്നും തരൂർ. തരൂരിന്റെ നീക്കം പാർട്ടിക്ക് തിരിച്ചടിയാണെന്ന് AICC വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് അഭിമുഖമെന്ന് ചെന്നിത്തല. തരൂർ പാർട്ടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് സുധാകരൻ. തരൂരിനെ പോലത്തെ ഒരാള് അങ്ങനെ ചെയ്യുന്നത് യുക്തമല്ല എന്നതാണ് എന്റെ അഭിപ്രായം. ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പാർട്ടി പ്രവർത്തകർ വോട്ട് സമാഹരിക്കുന്നത് കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതെന്ന് കെ മുരളീധരൻ. നമ്മളെ സ്ഥാനാർത്ഥിയാവുമ്പോഴാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയാവും. അതേസമയത്ത് പാർട്ടി പ്രവർത്തകർ നമുക്ക് വേണ്ടി ജോലിയെടുക്കുമ്പോഴാണ് നമുക്ക് വിജയസാധ്യത ഉണ്ടാവും. തരൂർ അനാഥനാവില്ലെന്ന് CPM. കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂർ അനാഥാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് കാര്യം. അദ്ദേഹത്തെ പോലെയുള്ള വലിയൊരു നേതാവിന് ഏതെങ്കിലും തരത്തിലുള്ള അനാഥത്വം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പുനരധിവാസത്തിനുള്ള 7 മാസത്തെ കാത്തിരിപ്പിൽ ക്ഷമകെട്ട മുണ്ടക്കൈ ദുരിതബാധിതർ. പുറത്തിറക്കിയ 2ാം പട്ടികയിലും അർഹർ പുറത്തെന്ന പരാതി. ചൂരൽമലയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ ബെയിലി പാലത്തിൽ തടഞ്ഞ് പോലീസ്. ചൂരൽമലയിൽ കഞ്ഞിവെപ്പ് സമരം. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ശരത്തിന്റെ കുടുംബം പുനരധിവാസത്തിനുള്ള 2ാം പട്ടികയിലുമില്ല. കേന്ദ്ര അവഗണനയ്ക്കെതിരെ നാളെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് LDF മാർച്ച്. മോദി സർക്കാർ ഫാഷിസ്റ്റല്ലെന്ന് ആവർത്തിച്ച് CPM രാഷ്ട്രീയ രേഖ. മോദി സർക്കാരിന് നവഫാഷിസ്റ്റ് പ്രവണത മാത്രം. ഫാഷിസ്റ്റ് സർക്കാർ എന്ന CPI ML നിലപാട് തള്ളി. പുതിയ രാഷ്ട്രീയ വിശദീകരണ രേഖ കരട് പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി. ഫാഷിസ്റ്റ് സർക്കാരിനെ വെള്ളപൂശുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ. CPM BJP രാഷ്ട്രീയ ധാരണയ്ക്ക് വേണ്ടിയെന്ന് ചെന്നിത്തല. BJPയുമായിട്ട് പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കുകയല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ BJPയുടെ വോട്ട് കൊണ്ടല്ലേ? ആശമാരുടെ സമരത്തോട് 14ാം ദിവസവും മുഖം തിരിച്ച് സർക്കാർ. മുഖ്യമന്ത്രി ഇടപെടണമെന്ന ചെന്നിത്തലയുടെ കത്ത്. പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് മാർച്ച്. മിനിമം കൂലിക്ക് വേണ്ടി സാധാരണക്കാർ സമരം ചെയ്യുമ്പോൾ സർക്കാർ ഇഷ്ടക്കാർക്ക് വാരിക്കോരി നൽകുകയാണെന്ന് VM സുധീരൻ. ഹൈക്കോടതി ജാമ്യം തള്ളി 2 ദിവസമായിട്ടും PC ജോർജിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ്. ജോർജ് ഒളിവിലെന്ന വിശദീകരണം. തിങ്കളാഴ്ച ഹാജരാകാമെന്ന അഭിഭാഷകന്റെ വിശദീകരണം. ഒത്തുകളിയെന്ന് പ്രതിപക്ഷം. ഈ കാലഘട്ടത്തിൽ കർഷകർ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികൾക്ക് എതിരെ പോരാടുന്ന ഒരു അപസ്വരനാണ് എന്നതുകൊണ്ടാണ്. PV അൻവറിന് പിന്തുണയുമായി കത്തോലിക്ക സഭ. അൻവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അനീതിക്കെതിരായ പോരാട്ടമെന്ന് താമരശ്ശേരി ബത്തേരി രൂപതകൾ. പിന്തുണ അറിയിച്ച TMC സമ്മേളനത്തിൽ വീഡിയോ സന്ദേശം. വന്യമൃഗശല്യത്തിൽ പാർലമെന്റിനെ പിടിച്ചുകുലുക്കുമെന്ന് ഡെറക് ഒബ്രയാൻ. വന്യജീവി ആക്രമണം തടയാൻ നിലവിലെ വന നിയമത്തിലെ വ്യവസ്ഥകൾ പോലും സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നില്ലെന്ന് മഹുവ മൊയ്ത്ര. Act 1972. There are clear legal provisions inside that by which the state can act, but the state is not implementing those provisions. That's a very serious issue. This is something that we have to put pressure on the state government to do. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാക് പോരാട്ടം. ജയിച്ചാൽ ഇന്ത്യക്ക് സെമി സാധ്യത. മത്സരം 2:30 ദുബൈയിൽ. രഞ്ജി ട്രോഫിയിൽ കപ്പുയർത്തുമെന്ന കേരള താരം ജലജ് സക്സേന മീഡിയ വണ്ണിനോട്. The team members also, I'm very thankful, and they're working really hard, and I'm very hopeful that we'll win this trophy and we'll come back to Kerala with the trophy in hand.
കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റ് വഴികളുണ്ടെന്ന് ശശി തരൂർ MP. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മൂന്നാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കും. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ മലയാളം പോഡ്കാസ്റ്റിൽ ശശി തരൂർ പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് തരൂർ ശ്രമിക്കുന്നതെന്നാണ് AICCയുടെ വിലയിരുത്തൽ. കോൺഗ്രസിൽ പ്രശ്നമില്ലെന്ന ദേശീയ നേതൃത്വം ആവർത്തിക്കുമ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് ശശി തരൂർ. പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നായിരുന്നു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ തരൂർ വ്യക്തമാക്കിയത്. കേരളത്തിൽ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. ഘടകകക്ഷികൾക്കും തന്റെ അതേ അഭിപ്രായമാണെന്നും തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള തന്റെ അവകാശത്തെ ജനം അംഗീകരിച്ചതുകൊണ്ടാണ് 4 തവണ MPയായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നും ശശി തരൂർ പറഞ്ഞു. ദേശീയതലത്തിലും മാറ്റങ്ങൾ അനിവാര്യമെന്നും ശശി തരൂർ വ്യക്തമാക്കുന്നു. അതേസമയം തരൂരിന്റെ നിലപാട് തള്ളിയ AICC തെറ്റിദ്ധാരണ പരത്താനാണ് തരൂരിന്റെ ശ്രമമെന്നും വിലയിരുത്തി. സംഘടനാ തലത്തിൽ വളർന്ന നേതാവല്ല തരൂർ. അതിനാലാണ് വടക്കൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന് പാർട്ടി ചുമതല നൽകാത്തതെന്നും AICC വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പരാജയമെന്നുകൂടിയാണ് തരൂരിന്റെ അഭിമുഖം വ്യക്തമാക്കുന്നത്. മീഡിയ 1, ഡൽഹി. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂരിന്റെ നിലപാടിനോട് വിയോജിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി പ്രവർത്തകർ ജോലിയെടുക്കുമ്പോഴാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നതെന്ന് തരൂരിന് K. മുരളീധരൻ മറുപടി നൽകി. രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപാണ് തരൂർ ദേശീയ ദിനപത്രത്തിന് അഭിമുഖം നൽകിയതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന ആളാണ് തരൂർ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിനെ ശശി തരൂർ പുകഴ്ത്തിയത് കേരളത്തിലെ നേതാക്കന്മാർക്കൊട്ടും ദഹിച്ചിട്ടില്ല. കേരള നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കൂടിയാണ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെട്ട് തരൂരിനോട് സംസാരിച്ചത്. എന്നിട്ടും വഴങ്ങാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തരൂർ നൽകുന്നത്. ഇതോടെ കേരള നേതാക്കന്മാരുടെ അതൃപ്തി വർദ്ധിച്ചു. ദേശീയ രാഷ്ട്രീയത്തിലാണ് തരൂരിന് കൂടുതൽ സംഭാവന നൽകാൻ കഴിയുക എന്നും ഇവിടെ നമ്മളെപ്പോലെ ചെറിയ ആളുകളുണ്ട് എന്നുമുള്ള K. മുരളീധരന്റെ പ്രസ്താവനയിൽ അതൃപ്തി വ്യക്തം. ശശി തരൂരിന് പാർട്ടിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അദ്ദേഹത്തിനെ ഒപ്പം നിർത്തണം. ഞാൻ ആരെയും ഒറ്റയടിക്ക് ഒരിക്കലും നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ സേവനവും പാർട്ടിക്ക് ആവശ്യമാണ്. കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന് രമേശ് ചെന്നിത്തല. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യം. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കം രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ CPM തുടരുന്നതിന്റെ സൂചനയായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ ഏതെങ്കിലും രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. കേരളത്തിലെ വ്യവസായ മേഖലയെക്കുറിച്ച് തരൂർ പറഞ്ഞതാണ് വസ്തുതയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും പറഞ്ഞു. മീഡിയ 1, തിരുവനന്തപുരം. ശശി തരൂർ അതിരുവിടരുതെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. തരൂരിന് തെറ്റുതിരുത്താൻ ഇനിയും സമയമുണ്ട്, തിരുത്തിയാൽ മതി. എന്റെ കുറവ് പറഞ്ഞത് ശരിയാണെങ്കിൽ താൻ തിരുത്താം. 4 തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നത് തിരക്കായതിനാലാകുമെന്നും K. സുധാകരൻ പറഞ്ഞു. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന് നാഷണൽ ലീഡർഷിപ്പുമായി ഡിസ്കസ് ചെയ്യുക. എന്ത് പ്രശ്നങ്ങളെങ്കിലും ഉണ്ടെങ്കിലും എന്ത് മാറ്റം വേണമെങ്കിലും അദ്ദേഹത്തിന് വരുത്താം. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞാനതങ്ങ് വിടുകയാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. KPCC നോക്കേണ്ടുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് തന്നെ അത് തിരുത്താനും സാധിക്കുന്ന ആളാണ്. അദ്ദേഹം അത് തിരുത്തിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തെ എല്ലാ കാലവും വളരെ പിന്തുണച്ച ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ പിന്തുണക്കുന്നു. പക്ഷേ അതൊരു അതിര് വിട്ട് പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് പറയാൻ വേണ്ടി ഒരു 4 തവണ വിളിച്ച് കിട്ടിയില്ല. അത് പറയും. മോദി സർക്കാർ ഫാഷിസ്റ്റ് സർക്കാർ അല്ലെന്നാവർത്തിച്ച് CPM രാഷ്ട്രീയ പ്രമേയം. മോദി സർക്കാരിനുള്ളത് നവഫാഷിസ്റ്റ് പ്രവണതകൾ മാത്രമാണെന്നാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തോടനുബന്ധിച്ച് രേഖയിൽ വ്യക്തമാക്കുന്നത്. CPIയുടെ നിലപാടിന് വിരുദ്ധമാണ് CPMന്റെ പുതിയ രേഖ. RSSന്റെ ഫാസിസ്റ്റ് അജണ്ട മോദി സർക്കാർ നടപ്പാക്കുന്നുവെന്നായിരുന്നു കണ്ണൂരിൽ നടന്ന 23ാം പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ CPM പറഞ്ഞിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് CPMന്റെ പുതിയ നിലപാട്. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല. നവഫാസിസമാണ് ഇപ്പോഴുള്ളത്. മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം BJP RSS കരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം നവഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചു എന്നല്ല എന്നും രേഖയിൽ പറയുന്നുണ്ട്.
ഏപ്രിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയം CPM നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ വ്യക്തത വരുത്തിയാണ് CPM കേന്ദ്ര കമ്മിറ്റി പുതിയ രേഖ സംസ്ഥാന ഘടകങ്ങൾക്ക് അയച്ചത്. CPIയുടെയും CPI-MLന്റെയും നിലപാടിന് വിരുദ്ധമാണ് CPMന്റെ പുതിയ രേഖ. മീഡിയ 1 തിരുവനന്തപുരം. ഫാഷിസ്റ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന BJP സർക്കാരിനെ CPM വെള്ളപൂശുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് രമേശ് ചെന്നിത്തല. BJP പുരോഗമന പാർട്ടിയാണെന്ന് CPM എന്ന് പറയുമെന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ ഇടതുപക്ഷം BJPയുമായി പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. മോദി സർക്കാർ ഫാഷിസ്റ്റ് സർക്കാരല്ലെന്ന CPM രാഷ്ട്രീയ പ്രമേയത്തിലാണ് ചെന്നിത്തലയുടെ പ്രതികരണം. അതെ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും CPMഉം BJPയുമായിട്ട് പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കുകയല്ലേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തന്നെ BJPയുടെ വോട്ട് കൊണ്ടല്ലേ. എന്നാണ് BJP പുരോഗമന പാർട്ടിയാണ് എന്ന് CPM പറയുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഫാസിസ്റ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്ന RSSനെയും BJPയെയും അവർ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കൂടി നോക്കി കണ്ടുകൊണ്ടാണ് എന്നാണ് ഞങ്ങളുടെ സംശയം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി ദുരന്തബാധിതർ. ചൂരൽമലയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ചൂരൽമല ടൗണിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ദുരന്തബാധിതരെ കൈവിടില്ലെന്ന സർക്കാർ വാഗ്ദാനം 7 മാസം പിന്നിടുമ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിഷേധിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ. മൊത്തം പോയതാണ് ഞങ്ങളതൊക്കെ. ഒന്നുമില്ല. ഇപ്പൊ തെരുവ് തെണ്ടിയായിട്ട് നടക്കുക. എന്റെ തറവാടടക്കം മൊത്തം പോയതാ. എല്ലാം 26 ആള് പോയി ഞങ്ങളെ ഫാമിലിയിൽ. സർക്കാർ കണക്കിൽ നിന്ന് പുറത്തായത് മാത്രമല്ല പ്രതിഷേധത്തിന് കാരണം. 5 സെന്റ് ഭൂമി എന്ന സർക്കാർ പ്രഖ്യാപനം അംഗീകരിക്കില്ല. സർക്കാർ പദ്ധതിയിലെ വീട് വേണ്ടാത്തവർക്ക് പ്രഖ്യാപിച്ച തുക പര്യാപ്തമല്ല തുടങ്ങിയവയാണ് ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കൗൺസിൽ ഉന്നയിക്കുന്നത്. മുണ്ടക്കൈയിലെ ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കാനായിരുന്നു തീരുമാനം. ചൂരൽമലയിൽ വെച്ച് പ്രതിഷേധം പോലീസ് തടഞ്ഞു. ഉന്തും തള്ളുമുണ്ടായി. അടുത്ത ദിവസം ജില്ലാ കളക്ടറെ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അനുകൂല നടപടിയില്ലെങ്കിൽ പ്രതിഷേധം തുടരാനും തീരുമാനിച്ചാണ് താൽക്കാലികമായി ഇന്നത്തെ സമരം അവസാനിപ്പിച്ചത്. ചില ആളുകൾക്ക് അജണ്ടയുണ്ട്. അപ്പോൾ ഈ സമരം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പത്രമാധ്യമങ്ങളെ ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതിന് വലിയ നന്ദി നിങ്ങളോടുണ്ട്. ദുരന്തബാധിതരുടെ മറ്റൊരു കൂട്ടായ്മയായ ജനകീയ ആക്ഷൻ കമ്മിറ്റി നാളെ കളക്ടറേറ്റിന് മുന്നിലും പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. മീഡിയ 1 വയനാട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. അർഹരായവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ദുരന്തബാധിതർ പറയുന്നു. ഇതുവരെ സർക്കാർ പ്രസിദ്ധീകരിച്ച ഗുണഭോക്തൃ ലിസ്റ്റിൽ 323 പേർ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 10ാം വാർഡിൽ 42ഉം 11ാം വാർഡിൽ 29ഉം 12ാം വാർഡിൽ 10ഉം അടക്കം 81 കുടുംബങ്ങൾ ഉൾപ്പെട്ട കരട് പട്ടികയാണ് സർക്കാർ ഇന്നലെ പ്രസിദ്ധീകരിച്ചത്. ആദ്യം പ്രസിദ്ധീകരിച്ച 242 പേരുടെ പട്ടികയടക്കം ഗുണഭോക്തൃ ലിസ്റ്റ് 323 പേരിൽ ഒതുങ്ങിയതോടെ പ്രതിഷേധവും സങ്കടവും അണപൊട്ടി. 2 ലിസ്റ്റിലും വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്കൂൾ റൂട്ടിലാണ്. അവിടെ ഒരിക്കലും നിൽക്കാൻ പറ്റൂല. കാരണം വെച്ചാൽ അവിടെ നിന്നാണ് നമ്മളെ മുന്നിൽ നിന്നാണ് മരിപ്പുകളൊക്കെ എടുത്തിട്ട് പോയത്. പ്രസിദ്ധീകരിച്ചത് കരട് ലിസ്റ്റാണെന്നും മാർച്ച് 7 വരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ടെന്നുമുള്ള വിശദീകരണങ്ങളിൽ ഒതുങ്ങാത്ത അത്രയും വലിയ ആക്ഷേപങ്ങളാണ് ദുരന്തബാധിതർ ഉയർത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ശരത്തിന്റെ കുടുംബത്തിനു പോലും 2 ലിസ്റ്റുകളിലും ഇടമുണ്ടായില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ പറഞ്ഞാൽ ഞങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു മോനാണ് ഞങ്ങളെ വിട്ടുപോയത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആരും പറയാനും പിടിക്കാനും ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇതും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 7 മാസമാകുമ്പോഴും പുനരധിവാസം എങ്ങും എത്തിയിട്ടില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ ഇന്ന് ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടെ സർക്കാർ 2ാം ഘട്ട ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. മീഡിയ 1 വയനാട്.
മുണ്ടക്കൈയിൽ കുടിലുകെട്ടി സമരം ചെയ്യുന്നവർ കേന്ദ്രത്തിന്റെ നിലപാടിനെക്കുറിച്ച് മിണ്ടുന്നില്ലെന്ന് CPM നേതാവ് CK ശശീന്ദ്രൻ. ഡൽഹിയിൽ LDF സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ സമരം ചെയ്യുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുമല്ലോ എന്നും CK ശശീന്ദ്രൻ ചോദിച്ചു. ഏത് ലിസ്റ്റ് പ്രഖ്യാപിച്ചാലും ജനാധിപത്യപരമായി ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്നും CK ശശീന്ദ്രൻ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. കുടിലുകെട്ടി സമരം ചെയ്യുന്നവർ കാണേണ്ട ഒരു പ്രത്യേകത, അവർ കേന്ദ്രത്തെക്കുറിച്ച് മിണ്ടുന്നേയില്ല. അപ്പോൾ അതിൻ്റെ നിലപാട് എല്ലാവർക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് പൈസ തരാത്തതിനെക്കുറിച്ച് അവർക്ക് പ്രതിഷേധമില്ല. പ്രധാനമന്ത്രി പോയിട്ട് വാക്ക് പാലിക്കാതിരുന്നതിൽ അവർക്ക് പ്രതിഷേധമില്ല. അവിടെ ഈ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവർ ആ സമരം പ്രഖ്യാപിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാവുമല്ലോ. എന്തോ ആവട്ടെ, അവിടെ ആ പ്രശ്നങ്ങൾക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശമാർ നടത്തുന്ന സമരം 2 ആഴ്ച പിന്നിടുന്നു. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന സമരക്കാർ ആവശ്യപ്പെടുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തി. ഓണറേറിയം 7000 രൂപയിൽ നിന്നും 21,000 രൂപയാക്കുക, പെൻഷൻ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാവർക്കർമാരുടെ സമരം. തങ്ങളെ സർക്കാർ ഉടൻ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് സമരക്കാരുടെ പ്രതീക്ഷ. കേരളത്തിലെ നികുതി കൊടുക്കുന്ന ഈ സർക്കാരിനെ അധികാരത്തിലെത്തിയ ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഗവൺമെന്റിന് തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വിളിക്കണം. അത് എന്ന് വിളിക്കണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. സമരത്തിന് പിന്തുണയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി. ഈ ഗവൺമെന്റിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയമാണ് ആശാ വർക്കർമാരെ, ആശാ സഹോദരിമാരെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത്. അവരെ എന്തു വില കൊടുത്തും സമരത്തിലേക്ക് തള്ളിവിടാതിരിക്കുക എന്നുള്ളത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനമായാണ് സമരവേദിയിലെത്തിയത്. സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തറിന്റെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിനെത്തിയത്. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മീഡിയ വൺ, തിരുവനന്തപുരം. കടൽ ഖനനത്തിനെതിരെ കൊല്ലം DCC നടത്തിയ രാപകൽ സമരം സമാപിച്ചു. കൊല്ലം വാടി കടപ്പുറത്ത് നടന്ന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടത്തുന്ന കടൽ കൊള്ളയ്ക്ക് സംസ്ഥാന സർക്കാർ കാവൽ നിൽക്കുകയാണെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. കടലിൽ തന്നെ സമരവേദി തയ്യാറാക്കിയാണ് കൊല്ലം DCCയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിയത്. ഈ മാസം 27 നടക്കുന്ന തീരദേശ ഹർത്താലിന് മുന്നോടിയായാണ് രാപ്പകൽ സമരം. കോർപ്പറേറ്റുകളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന കടൽക്കൊള്ളയ്ക്ക് പിണറായി സർക്കാർ കാവൽ നിൽക്കുകയാണെന്ന് KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. പക്ഷെ തങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നാൽ, മത്സ്യത്തൊഴിലാളി ഉണർന്നെഴുന്നേറ്റാൽ ഒരു മോടിയും അവിടെ കസേരയിൽ ഇരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് കേരള സർക്കാരിൻ്റെ മൗനം കാണിക്കുന്നത് ഇക്കാര്യത്തിൽ? എന്നെ ഭയപ്പെടുത്തുകയാണ് ശ്രീ പിണറായിയുടെ മൗനം ഇക്കാര്യത്തിൽ. മത്സ്യബന്ധന മേഖലയെ തകർക്കുന്ന കേന്ദ്ര നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പ്രമേയം പാസാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 27 നടക്കുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കാൻ ഇടതു സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. കടൽ ഖനനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. മീഡിയ വൺ, കൊല്ലം. വിദേശ പരാമർശ കേസിൽ അറസ്റ്റ് ഭയന്ന് BJP നേതാവ് PC ജോർജ് ഒളിവിൽ തുടരുന്നു. PC ജോർജിനെ കുറിച്ച് പോലീസിന് നിലവിൽ യാതൊരു സൂചനയുമില്ല. സ്ഥലത്തില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി PC പോലീസിന് കത്ത് നൽകിയിരുന്നു. നാളെ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ മുഖേന അറിയിച്ചു. BNS പ്രകാരം നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട കുറ്റം മാത്രമാണ് PC ചെയ്തതെന്നാണ് പോലീസ് നിലപാട്. ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം മഞ്ചേരിയിൽ തുടരുന്നു. സമ്മേളനത്തിന് പിന്തുണ അറിയിച്ച് താമരശ്ശേരി ബത്തേരി ബിഷപ്പുമാർ വീഡിയോ സന്ദേശം അയച്ചു. മുസ്ലിം ലീഗ് MLA-മാരായ N ഷംസുദ്ദീൻ, UL ലത്തീഫ് എന്നിവരും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ സെമിനാറിനെത്തി. കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം തൃണമൂൽ കോൺഗ്രസ് ഏറ്റെടുത്ത് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് ഡെറിക് ഒബ്രിയൻ പറഞ്ഞു. വന്യമൃഗാക്രമണങ്ങളെ ചെറുക്കാൻ വ്യവസ്ഥകൾ ഉണ്ടായിട്ടും നടപ്പാക്കാൻ എന്തിനാണ് സംസ്ഥാന സർക്കാർ മടിക്കുന്നതെന്ന് മഹുവ മൊയ്ത്ര ചോദിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ ഉറങ്ങിക്കിടന്ന ജ്യേഷ്ഠനെ കഴുത്തിൽ കയർ കുരുക്കി അനുജൻ കൊലപ്പെടുത്തി. ചെങ്ങന്നൂർ സ്വദേശിയായ പ്രസന്നനാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ പ്രസാദിനെ ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു.
പ്രസാദിന്റെ കുടുംബത്തോടൊപ്പമാണ് അവിവാഹിതനായ ജ്യേഷ്ഠൻ പ്രസന്നൻ താമസിക്കുന്നത്. മദ്യപിച്ച് സഹോദരങ്ങൾ അടിപിടി കൂടുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രിയും ഇരുവരും തമ്മിൽ വാക്കേറ്റവും അടിപിടിയുമുണ്ടായി. വീട്ടിലുണ്ടായ വഴക്കിനെ തുടർന്ന് പുറത്തുപോയ പ്രസന്നൻ ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീട്ടിലെത്തി. അമിതമായി മദ്യപിച്ച് അവശനിലയിലായിരുന്നു വീട്ടിലെത്തിയത്. കിടക്കയിൽ വെച്ച് കഴുത്തിൽ കയർ കുരുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് സഹോദരൻ പ്രസാദിന്റെ മൊഴി. ഇരുവരും തമ്മിലുണ്ടായിരുന്ന കുടുംബകലഹമാണ് കൊലപാതകത്തിന് കാരണം. രാവിലെ മരിച്ചു കിടക്കുന്ന വിവരം പ്രസാദിന്റെ ഭാര്യയാണ് പോലീസിനെ അറിയിച്ചത്. സ്ഥലത്തെത്തിയ ചെങ്ങന്നൂർ പോലീസിന് പ്രസാദിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഇതോടെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. ഇവരുടെ മറ്റൊരു സഹോദരനെ 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. മീഡിയ 1 ആലപ്പുഴ. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റ് കൊണ്ടിട്ടത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് പോലീസ്. പ്രതികളുമായി അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. NIA സംഘവും പ്രതികളെ ചോദ്യം ചെയ്തു. ക്ഷേത്രം പണിയാൻ സ്ഥലം വിട്ടുകൊടുത്തില്ലെന്നാരോപിച്ച് ദമ്പതികളെ മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശികളായ അനീഷ്, ആര്യ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കരിക്കകം സ്വദേശികളായ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ മർദ്ദിച്ചത്. പേട്ട പോലീസ് അറസ്റ്റ് ചെയ്ത രാജേന്ദ്രനെ കോടതി റിമാൻഡ് ചെയ്തു. സാങ്കേതിക സർവകലാശാലയിൽ വീണ്ടും പിടിമുറുക്കി വൈസ് ചാൻസലർ. തന്റെ നിർദ്ദേശമില്ലാതെ ഇനി ഒരു യോഗങ്ങളും സർവകലാശാലയിൽ ചേരാൻ പാടില്ലെന്നാണ് VC-യുടെ നിർദ്ദേശം. ബജറ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 25-ന് ഫിനാൻസ് കമ്മിറ്റി ചേരാനിരിക്കെയാണ് ഇടപെടൽ. വൈസ് ചാൻസലറുടെ തീരുമാനം ചട്ടവിരുദ്ധമെന്ന് സിൻഡിക്കേറ്റ് വാദിക്കുന്നു. എല്ലാ വർഷവും ഫെബ്രുവരിയിലാണ് സർവകലാശാല ബജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. നിലവിലുള്ള സിൻഡിക്കേറ്റിന്റെ കാലാവധി ഫെബ്രുവരി 26-ന് അവസാനിക്കുന്നതിനാൽ 25-ാം തീയതി ബജറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് ഫിനാൻസ് കമ്മിറ്റി വിളിച്ചു. അന്നേ ദിവസം തന്നെ പ്രത്യേക സ്റ്റാഫ് മീറ്റിംഗിനും അറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം മരവിപ്പിക്കുന്നതാണ് വൈസ് ചാൻസലറുടെ പുതിയ നിർദ്ദേശം. ഇനി താൻ അറിയിക്കുന്നതുവരെ സർവകലാശാലയിൽ ഒരു തരത്തിലുള്ള മീറ്റിംഗുകളും ചേരാൻ പാടില്ല എന്നാണ് രജിസ്ട്രാർക്ക് VC അറിയിച്ചിരിക്കുന്ന മെയിലിൽ പറയുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇക്കാര്യം ഉടൻ അറിയിക്കണമെന്നും കത്തിലുണ്ട്. എന്നാൽ ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഇടത് സിൻഡിക്കേറ്റ്. എല്ലാത്തരം യോഗങ്ങളും വിളിച്ചു ചേർക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണെന്നും തീരുമാനിച്ച യോഗങ്ങൾ റദ്ദാക്കാനുള്ള അവകാശം വൈസ് ചാൻസലർക്കില്ലെന്നും രജിസ്ട്രാർക്ക് ഇടതംഗം നൽകിയ മറുപടിയിൽ പറയുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ ജീവനക്കാരുടെ ശമ്പളം മുതൽ പരീക്ഷാ പ്രവർത്തനം വരെ തകിടം മറിയുമെന്നാണ് സിൻഡിക്കേറ്റിന്റെ വാദം. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം. ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയ പോലീസുകാർ പിഴയടയ്ക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശം. പോലീസ് വാഹനമോടിക്കുമ്പോൾ നിയമലംഘനം നടത്തിയാൽ ഡ്രൈവർ പിഴയടയ്ക്കണം. സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും പോലീസുകാർ നിയമലംഘനം നടത്താറുണ്ട്. പിഴയടയ്ക്കാൻ നോട്ടീസ് ലഭിച്ചിട്ടും പിഴയടയ്ക്കുന്നില്ല. പോലീസുകാർ പിഴയടയ്ക്കുന്നില്ലെന്ന് കാണിച്ച് മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ DGPക്ക് കത്ത് നൽകിയിരുന്നു. പോലീസിന്റെ വാർഷിക അവലോകന യോഗത്തിലാണ് DGPയുടെ നിർദ്ദേശം. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിനെ കണ്ണീരോടെ യാത്രയാക്കി പാർട്ടി പ്രവർത്തകരും നേതാക്കളും. മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയിൽ ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി മകൾ ചാരുലത ചിതയ്ക്ക് തീ കൊളുത്തി. വിവിധയിടങ്ങളിൽ നടന്ന പൊതുദർശനത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ 100 കണക്കിന് പ്രവർത്തകരും നേതാക്കളും എത്തി. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം ആരംഭിക്കുക. പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ഫൈനൽ സാധ്യത തെളിയും. ഇന്ത്യയോട് പരാജയപ്പെട്ടാൽ പാകിസ്ഥാന്റെ സെമി സാധ്യത മങ്ങും. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ 3 സ്പിന്നർമാർ തന്നെ ഇന്ത്യൻ പ്ലേയിംഗ് 11-ൽ ഇടം നേടിയേക്കും. ക്രിക്കറ്റ് പ്രേമികളെ ത്രില്ലടിപ്പിക്കാൻ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടം. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസം രോഹിത്തിനും സംഘത്തിനുമുണ്ട്. മുഹമ്മദ് ഷമിയുടെയും ഹർഷിത് റാണയുടെയും അക്സർ പട്ടേലിന്റെയും പന്തേറിലെ മികവും ശുഭ്മാൻ ഗില്ലിന്റെയും രോഹിത് ശർമ്മയുടെയും KL രാഹുലിന്റെയും തകർപ്പൻ ബാറ്റിംഗും ഇന്ത്യയുടെ സാധ്യത കൂട്ടുന്നു. മധ്യ ഓവറുകളിൽ നേട്ടമുണ്ടാക്കാനാകാത്തതിനാൽ രവീന്ദ്ര ജഡേജയ്ക്കോ കുൽദീപ് യാദവിനോ ഇന്ന് സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. വരുൺ ചക്രവർത്തിയോ അർഷദീപ് സിംഗോ ഇറങ്ങും. മറുവശത്ത് ന്യൂസിലാൻഡിനോടേറ്റ കനത്ത തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല
ഫോമിലല്ല പാകിസ്ഥാൻ. ഓപ്പണർ ഫഖർ സമാനേറ്റ പരിക്ക് പാകിസ്ഥാന് വിനയാകും. ന്യൂസിലൻഡിനെതിരെ ബാറ്റിംഗിൽ മെല്ലെപ്പോക്കിന് പഴികേട്ട ബാബർ അസമിനും മത്സരം നിർണായകമാണ്. ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ ഡ്യൂപ്പർ പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. സ്പോർട്സ് ഡെസ്ക് മീഡിയ 1. രഞ്ജി ട്രോഫിയിൽ കേരളം കപ്പുമായി തിരികെ വരുമെന്ന് ജലജ് സക്സേന മീഡിയ 1-നോട്. കിരീടമുയർത്താൻ കേരളത്തിന്റെ താരങ്ങൾ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട്. പിന്തുണ നൽകുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന് നന്ദിയെന്നും ജലജ് സക്സേന പ്രതികരിച്ചു. Appreciate Vinod sir, Jayesh sir, our manager Machan sir is very helpful for us. So all the team members also I'm very thankful, and they're working really hard, and I'm very hopeful that we'll win this trophy and we'll come back to Kerala with the trophy in hand. ഇന്ന് 2:30 ദുബൈയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാക് മത്സരമാണ്. അതിന്റെ പ്രത്യേക പരിപാടി കാണാം. ഇടവേളയ്ക്ക് ശേഷം അയൽപോര് മഹേഷ് പോലൂരുണ്ടാകും.